ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡാൻഡറാൻ എന്ന് പറയുന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 5ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡോട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സ്കൂളിലോട്ട് പോകുന്ന ഓക്കറുണ്ണിയാണ്. അപ്പോഴാണ് അവിടെ മതിലിൽ ചാരി നിൽക്കുന്ന അയാസെ അവൻ കാണുന്നത്. ഇവൾ എന്റെ ഫ്രണ്ടായി മാറിയിട്ട് ഒരു ദിവസേ ആയിട്ടുള്ളൂ. എനിക്ക് വേണ്ടിയിട്ടായിരിക്കോ ഇവൾ കാത്തു നിൽക്കുന്നേ? ഹേയ്, ഒരിക്കലുമില്ല. എന്നെ പോലൊരുതിനു വേണ്ടി ആര് കാത്തു നിൽക്കാനാ എന്ന് പറഞ്ഞ അയാസെ മൈൻഡ് ചെയ്യാതെ പോവാണ് ഓക്കറുൺ. എന്നാൽ അതുവരെ അവന് വേണ്ടി കാത്തു നിന്ന അയാസെ അവന്റെ അടുത്ത് പോയി ഒരു ഹായ് അങ്ങ് പറയുന്നു. ഇത് കണ്ട് ഓക്കറുൺ അവളെ തന്നെ നോക്കുവാണ്. അങ്ങനെ അവർ ഏലിയൻസിനെ പറ്റിയൊക്കെ സംസാരിച്ചു കൊണ്ടുവരുവാണ്. അയാസയാണെങ്കിൽ ആകാംക്ഷയോടെ ഏലിയൻസിനെ പറ്റി ഓരോ കാര്യങ്ങൾ അവനോട് ചോദിക്കുന്നു. എന്നാൽ നമ്മുടെ ഓക്കറോണിന് അതിനൊന്നും നല്ല രീതിയിൽ മറുപടി പറയാൻ സാധിക്കുന്നില്ല. ശരി, നീ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി എന്ന് പറഞ്ഞ അയാസ അവളുടെ ക്ലാസ്സിലോട്ട് പോകുന്നു. അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് ഓക്കറോൺ അവിടെ നിൽക്കുന്ന സമയത്താണ് ഡേയ് വഴിയിൽ നിന്നും മാറടാ എന്ന് പറഞ്ഞൊരു പയ്യൻ അവനെ തട്ടുന്നത്. ഡേയ്, ഞാൻ ലൈറ്റ് ആയിട്ടൊന്ന് തള്ളിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും നീ വീണോ? ഇത് കേട്ട് ഒന്നും മിണ്ടാതെ അവൻ അവന്റെ സീറ്റിൽ പോയിരിക്കുന്നു. എനിക്കിതൊന്നും വലിയ കാര്യമില്ല. ചെറുപ്പം തൊട്ടേ എല്ലാവരും എന്നെ ഇങ്ങനെ തന്നെയല്ലേ ട്രീറ്റ് ചെയ്യുന്നത്. എന്നാ ഇനി അങ്ങനെ ആയിരിക്കില്ല. എന്നെ കളിയാക്കുന്നവരെ തിരിച്ചു കളിയാക്കാൻ എനിക്കിപ്പോ ഒരു ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് അവൻ സന്തോഷത്തോടെ ആലോചിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അയാസേനയാണ്. ഇവൾക്ക് ഇത് എന്ത് പറ്റി എന്ന് പറഞ്ഞ അവളുടെ ഫ്രണ്ട്സ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏലിയൻസിനെ പറ്റി എനിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞ് അവൾ അവിടെ കിടക്കുന്നു. എന്നാ അയാസെ രാവിലെ ഏലിയൻസിനെ പറ്റി ചോദിച്ചപ്പോ ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് തീർച്ചയായിട്ടും അവൾക്ക് അതിനെപ്പറ്റി മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുവാണ് ഓക്കറോൺ. എത്രയും പെട്ടെന്ന് ഓക്കറോണിനോട് സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് അയാസ ചിന്തിക്കുമ്പോ എത്രയും പെട്ടെന്ന് അയാസയോട് സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് ഓക്കറോണും ചിന്തിക്കുന്നു. അങ്ങനെ രണ്ടുപേരും ലഞ്ച് ബ്രേക്ക് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന് ലഞ്ച് ബ്രേക്ക് ആവുന്നു. ഓക്കറോണിനെ കാണാൻ അയാസയും അയാസയെ കാണാൻ ഓക്കറോണും അവരവരുടെ ക്ലാസ്സിലോട്ട് പോകുന്നു. അങ്ങനെ രണ്ടുപേരും അവരുടെ ക്ലാസ്സിൽ ചെന്ന് അന്വേഷിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും അവിടെ ഇല്ല. ശരി, ക്യാൻറ്റീനിൽ പോയി നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ട് വഴിയിലൂടെ ക്യാൻറ്റീനിലോട്ട് പോകുന്നു. ഓക്കറോൺ ക്യാൻറ്റീന്റെ അകത്ത് നോക്കുന്ന സമയത്ത് അതിന്റെ പുറത്തു നിന്ന് നോക്കുവാണ് അയാസെ. ഓ, ഇവിടെ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞ് അവൾ അകത്തോട്ട് പോകുമ്പോ അവൻ പുറത്തോട്ടും വരുന്നു. ഓ, ഇവിടെയില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരു ബെഞ്ചിൽ പോയിരിക്കുന്നു. ഒരു പക്ഷെ മിസ് അയാസെ രാവിലെ ഞാൻ സംസാരിക്കാത്തത് കൊണ്ട് എന്നെ അവോയ്ഡ് ചെയ്യായിരിക്കോ? ഡേയ് ഓക്കറോൺ, നീ എവിടെയാടാ? കുറച്ചു സമയത്തിനുള്ളിൽ ഇനി ലഞ്ച് ബ്രേക്ക് അവസാനിക്കും. നോക്കുന്ന സമയത്ത് രണ്ടുപേരും തൊട്ടടുത്തുള്ള ബെഞ്ചിലാണ് ഇരിക്കുന്നത്. പക്ഷെ പരസ്പരം അവർ കാണുന്നില്ല. രാവിലെ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ട് എന്റെ കണ്ണിൽ പെടാതെ ഒളിച്ചു നടക്കുമായിരിക്കും അവൻ. ഓ, മിസ് അയാസ എന്നെ പോലെയല്ല. അവർക്ക് ഒരുപാടധികം ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ കൂടെ ഇപ്പൊ ജോളിയായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുമായിരിക്കും. ശരി, അവനെ ഇവിടെ കാത്തിരുന്നിട്ട് ഇനി കാര്യമില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും ക്ലാസ്സിൽ പോവാൻ നിൽക്കുന്നു. രാവിലെ അവളോട് സംസാരിക്കാതെ എന്തിനാ അവളെ ഇഗ്നോർ ചെയ്തത്? രാവിലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് അവനെ ദേഷ്യപ്പെടുത്തി എന്ന് തോന്നുന്നു. എന്നോട് ക്ഷമിക്ക് മിസ് അയാസെ, എന്നോട് ക്ഷമിക്ക് ഓക്കറോൺ. ഡേയ്, നീയോ? നീ എന്താ ഇവിടെ ചെയ്യുന്നേ? മിസ് അയാസെ, നിങ്ങളോ? ഡേയ്, എന്റെ പല്ല് പൊട്ടിയെന്നാ തോന്നുന്നേ. മിസ് അയാസെ, എന്നോട് ക്ഷമിക്ക്. ഇത്രയും നേരം ഞാൻ നിങ്ങളെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഇത്രയും നേരം നീ എവിടെ പോയി കിടക്കുമായിരുന്നടാ എന്ന് അയാസെ അവനോട് ചോദിക്കുന്നു. നീ എന്നെ അവോയ്ഡ് ചെയ്യാന്നാ ഞാൻ വിചാരിച്ചേ എന്ന് ഓക്കറോൺ പറയുന്ന സമയത്താണ് രണ്ടുപേരും ഒച്ച വെക്കുന്ന ശബ്ദം അവർ കേൾക്കുന്നത്. ഇവരിപ്പൊ കിസ് അടിച്ചില്ലേ? ഓ, അപ്പൊ ഇവനെ കിസ് അടിക്കാനാണല്ലേ രാവിലെ മൊത്തം ആലോചിച്ചോണ്ടിരുന്നേ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മോമോക്ക് അവനെ ഇഷ്ടമാണെന്ന്. ഹേയ്, ഒരിക്കലുമില്ല. ഈ പ്രാന്തനെയൊക്കെ ഞാൻ കിസ് അടിക്കുന്നു നീ വിചാരിച്ചോ? അതെ, ഇവളെ പോലെ ഒരുത്തിയൊക്കെ ആരെങ്കിലും കിസ് അടിക്കോ? ഡേയ്, വാഴടക്കടാ. എന്നെ പോലെ ഒരുത്തിയെ കിസ് അടിക്കാനൊന്നും ഈ ജന്മത്തിൽ നിന്നെ കൊണ്ട് പറ്റില്ലടാ. ഓ, നിന്റെ കയ്യിൽ നിന്നൊക്കെ എന്റെ പട്ടി കിസ് മേടിക്കും. പോയി ഒരു കണ്ണാടി നോക്കടാ. നിന്നെ പോലെ ഒരുത്തിന് എന്റെ അടുത്ത് സംസാരിക്കാൻ പോലും അർഹതയില്ല. ഓ, പിന്നെ നിന്നോട് സംസാരിക്കാൻ ഞാൻ ഇവിടെ തപസരിക്കല്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്നു. അപ്പൊ അവനാണോ ഇവളുടെ പുതിയ ബോയ് ഫ്രണ്ട്? ഓ, രാവിലെ തന്നെ നല്ലപോലെ സംസാരിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ ഇതാ വീണ്ടും അടികൂടി കൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ടോയ്ലറ്റിലോട്ട് പോവാണ് ഓക്കറോൺ. ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് അവൻ നിൽക്കുന്ന സമയത്താണ് താഴോട്ട് അവൻ നോക്കുന്നത്. അതെവിടെ പോയി? ഇതേ സമയം ഒരു പയ്യനെ കിസ്സടിച്ചെന്ന് പറഞ്ഞ് അയാസയുടെ ക്ലാസ്സിലുള്ള ഗേൾസ് എല്ലാം അവളോട് അത് ആരാ എന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കുവാണ്. അപ്പോഴാണ് ഓക്കറോൺ അങ്ങോട്ട് വരുന്നത്. ദേ, അവനാ ഇവളെ കിസ്സടിച്ചേ. ഓ, അവൻ എന്റെ ബോയ് ഫ്രണ്ട് ഒന്നുമല്ല. ഡേയ്, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? മിസ് അയാസെ, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഡേയ്, നിന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പോ. മിസ് അയാസെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ഇത് കേൾക്ക്. ഡേയ്, നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ നിന്നെ വിളിക്കുന്നേ? പോ, അവൻ എന്താ പറയാനുള്ളതെന്ന് പോയി കേൾക്ക് എന്ന് അവളുടെ ഫ്രണ്ട്സ് അവളോട് പറയുന്നു. ഓ, നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, അവൻ എന്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ല. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിച്ച എല്ലാത്തിനെയും മണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. മിസ് അയാസെ,
രാവിലെ നിങ്ങൾ അത്രയൊക്കെ സംസാരിച്ചിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിന്നോട് സംസാരിക്കേണ്ടതൊക്കെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞു, ഇനി ഒന്നുമില്ല. ഞാൻ അപ്പൊ അത് അറിയാതെ പറഞ്ഞതാ, നീ അത് സീരിയസ് ആയിട്ട് എടുത്തോ. സത്യം പറഞ്ഞ രാവിലെ തൊട്ട് നിന്നോട് സംസാരിക്കാൻ ഞാൻ കാത്തിരിക്കുമായിരുന്നു. സോ ഓക്കറോണിന് അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവളുടെ ഫ്രണ്ട്സിന് മനസ്സിലാവുന്നു. മിണ്ടാണ്ടിരിക്കടി, ഞാൻ അവനോട് സംസാരിക്കില്ലെന്ന് പറഞ്ഞില്ലേ, മര്യാദക്ക് പോവാൻ നോക്കടാ എന്ന് പറയുവാണ് അയാസെ. ഹേയ്, നിനക്കിത് എന്ത് പറ്റി? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് അവളുടെ ഫ്രണ്ട് അവളോട് ചോദിക്കുന്നു. ഇവനെ പോലെയുള്ള മണ്ടന്മാരോടൊന്നും ഞാൻ ഒരിക്കലും സംസാരിക്കില്ല. എന്നെ പോലെ ഒരുത്തന്റെ കൂടെ ഫ്രണ്ടായിട്ടിരിക്കാൻ നിനക്ക് നാണക്കേടാണല്ലേ എന്ന് പറഞ്ഞ് ഓക്കറോൺ അവിടെ നിന്നും പോകുന്നു. ഹേയ്, നീ എന്ത് പണിയെ കാണിച്ചേ? അവന് ഒരുപാടധികം സങ്കടമായെന്ന് തോന്നുന്നു. പോ, ചെന്ന് അവനോട് സോറി പറ എന്ന് അവളുടെ ഫ്രണ്ട് അവളോട് പറയുന്നു. അങ്ങനെ ക്ലാസ് എല്ലാം അവസാനിച്ച് വീട്ടിലോട്ട് പോവാൻ നിൽക്കുവാണ് ഓക്കറോൺ. അപ്പോഴാണ് ഒരു പെൺകുട്ടി അവൻ അറിയാതെ തട്ടുന്നത്. ഐ ആം സോറി എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ഇവനോട് സോറി പറയുന്ന സമയത്ത് ഇവൻ എന്തോ പോലെ ആവുന്നു. ഹേയ്, അതൊന്നും കുഴപ്പമില്ല, എന്റെ ഭാഗത്തും തെറ്റുണ്ട്, നിങ്ങൾ എന്തിനാ വെറുതെ സോറി പറയുന്നത്? സോ അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് അയാസെ അങ്ങോട്ട് വരുന്നു. എന്താ ഇവിടെ നടക്കുന്നേ? അവൻ ഈ സ്കൂളിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയെങ്കിൽ ആരാ ഇവൾ എന്ന് ചിന്തിക്കുകയാണ് അയാസെ. അപ്പോഴാണ് ആ പെൺകുട്ടി ഇവളെ ക്രോസ് ചെയ്ത് പോകുന്നത്. നീ അവനെ കണ്ടില്ലേ? അവൻ ശരിക്കും ഒരു മണ്ടനാ. ഞാൻ വിരിച്ച വലയിൽ തീർച്ചയായിട്ടും അവൻ വീണ് കാണും. ഒന്ന് ചിരിച്ചു കാണിച്ചാ അത് പ്രേമമാണെന്ന് വിചാരിക്കുന്നത് ഇവനെ പോലെയുള്ള മണ്ടന്മാരാ. അവസാനം അവൻ എന്റെ കാല് പിടിച്ച് കരയുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാസ തന്റെ സൈക്കിൾ പവർ യൂസ് ചെയ്ത് അവളുടെ തലയിലോട്ട് ഒരു പാത്രം കൊണ്ടുവന്നിടുന്നു. ഹേയ്, നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ച അവളുടെ ഫ്രണ്ട്സ് എല്ലാം അവളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഹേയ്, അവൾക്ക് എന്ത് പറ്റി? ഒരു പക്ഷെ എന്റെ മേലിൽ ഇടിച്ചത് കൊണ്ട് എന്റെ പവർ താങ്ങാതെ ബോധം കെട്ട് വീണതാണോ? അപ്പോഴാണ് അയാസെ അവന്റെ കയ്യിൽ കയറി പിടിക്കുന്നത്. ഹേയ് ഓക്കറോൺ, നമുക്ക് ഒരുമിച്ച് വീട്ടിലോട്ട് പോയാലോ? നീയും ഈ സ്കൂളിലെ ഒരു സുന്ദരനായിട്ടുള്ള ഒരു പയ്യനാ. നിന്നെ മണ്ടനെന്ന് വിളിക്കുന്നവർക്ക് മാത്രമേ നിന്റെ വില മനസ്സിലാവാത്തതുള്ളൂ എന്ന് പറഞ്ഞ അയാസെ അവളെ ഒന്ന് നോക്കുന്നു. അങ്ങനെ അവർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാസ് അവനോട് സോറി ചോദിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ അപ്പൊ കിസ് ചെയ്തത് കൊണ്ട് എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവരെല്ലാം അത് പറഞ്ഞ് കളിയാക്കിയത് കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. എന്നോട് ക്ഷമിക്കടാ. ഹേയ്, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ എന്തോ ദേഷ്യത്തിൽ പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ അത് അപ്പോഴേ വിട്ടു. ഇത് കേട്ട് അയാസെ അവനെ തന്നെ നോക്കുന്നു. അയാസെ, ഇപ്പൊ അതൊന്നുമല്ല പ്രശ്നം, അതിനേക്കാൾ വലിയൊരു പ്രശ്നം ഉണ്ടായി അയാസെ. ഇന്നലെ രാത്രി തന്നെ നമ്മൾ ആ ടെർബോ ഗ്രാനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയതല്ലേ? അതെ, അതിനെ നമ്മൾ പരലോകത്ത് പറഞ്ഞയച്ചു. നിന്റെ സാധനം നിനക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തല്ലോ. പിന്നെ എന്താ പ്രശ്നം? മിസ് അയാസെ, ഇപ്പൊ അത് കാണാനില്ല. ഇത് കേട്ട് അയാസയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. എന്ത് കാണാനില്ലെന്ന്? അയാസെ, എന്റെ എല്ലാം പോയി. സോ കാര്യം മനസ്സിലായ അയാസെ അവിടെ കടന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ എന്നറിയാൻ അവൾ അവളുടെ മുത്തശ്ശിയുടെ അടുത്തോട്ട് പോകുന്നു. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ അതൊന്ന് കാണിക്കാൻ. അപ്പോ ഒരാണിന്റെ എല്ലാമാണെന്ന് പറഞ്ഞ് ജാട കാണിച്ചിട്ട് ഇപ്പൊ എന്തായി എന്ന് ഇതോ കേട്ട് അയാസയ്ക്ക് ചിരി നിർത്താനേ സാധിക്കുന്നില്ല. അല്ല, എന്തുകൊണ്ട് ഇത് നീ നേരത്തെ ശ്രദ്ധിച്ചില്ല? അത് പിന്നെ ബനാന തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ബോൾസിന്റെ കാര്യം ഞാൻ മറന്നു. ഇത് കേട്ട് മുത്തശ്ശി ശരി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേക്കുന്നു. ഇല്ല, ഒരാണിന്റെ എല്ലാം മായ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരില്ല എന്ന് പറഞ്ഞ് പൊത്തിപ്പിടിക്കുകയാണ് ഓക്കറോൺ. അങ്ങനെ മുത്തശ്ശി അവന്റെ ഉള്ളിലെ സോളിനെ പറ്റി പരിശോധിക്കാൻ തീരുമാനിക്കുന്നു. മോമോ, പെട്ടെന്ന് പോയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും ആ പൂച്ച ബൊമ്മയെയും കൊണ്ടുവാ. ഇവന്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെ ആ പാത്രത്തിൽ കാലിട്ടിരിക്കുന്ന അവനോട് നീ തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. പൂച്ചയുടെ രൂപത്തിലുള്ള ഒരു ബൊമ്മയുടെ മുകളിൽ ആ താലി സമൺ അവർ വെച്ചിട്ടുണ്ട്. ഹേയ്, പുറത്തോട്ട് വാ എന്ന് പറഞ്ഞ മുത്തശ്ശി അവന്റെ മണ്ടകിട്ടണം കൊടുക്കുന്നു. സോ അടികണ്ട ഓക്കറോണിന് വേദനിച്ചു എന്നല്ലാതെ അവിടെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. ഹേയ് മോമോ, നീ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? അതെ, നിങ്ങൾ അവരെ അടിച്ച സമയത്ത് അവന്റെ ഓരയുടെ കളർ മാറി. ഓ, നീ നല്ല കാര്യം ചെയ്ത മോമോ. അടുത്ത പ്രാവശ്യം അത് കാണുന്ന സമയത്ത് അത് നീ പിടിക്കണം. ശരി, നീ തയ്യാറല്ലേ എന്ന് പറഞ്ഞ് മുത്തശ്ശി വീണ്ടും അവന്റെ മണ്ടക്കിട്ടണം കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ അയാസെ അത് പിടിക്കുന്നു. പക്ഷേ അത് അവൾക്ക് അവളുടെ കയ്യിൽ കാണാനില്ല. ഇപ്പോഴല്ലേ അതിനെ പിടിച്ച് അത് രക്ഷപ്പെട്ടോ? ഒരിക്കലുമില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി ആ പൂച്ചയുടെ ബൊമ്മയിലോട്ട് നോക്കുന്നു. അതിൽ വെച്ചിരുന്ന ആ താലി സമൺ നശിക്കുന്നു. അപ്പോഴാണ് അവരാ കാഴ്ച കാണുന്നത്. ആ പൂച്ചയതാ തന്റെ കണ്ണുകൾ ഉപയോഗിച്ച് ഇവരെ നോക്കുന്നു. പെട്ടെന്നാണ് അത് ഇവരുടെ കയ്യിൽ നിന്ന് ഓടുന്നത്. ഹേയ്, എന്തേ നോക്കി നിൽക്കുന്നേ? അതിനെ പോയി പിടിക്കുക. വളരെ വേഗത്തിൽ ഓടി അതിനെ ഇവര് തെരഞ്ഞിട്ട് കാണുന്നില്ല. അപ്പോഴാണ് അയാസെ തന്റെ സൈക്കിക് പവർ യൂസ് ചെയ്ത് അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നത്. അത് അവിടെയുള്ള ഒരു സ്റ്റോർ റൂമിലുണ്ടെന്ന് മനസ്സിലാക്കിയ അയാസെ അതിന്റെ ഓരാന്ന് പിടിക്കുന്നു. ഹേയ്, മര്യാദക്ക് എന്നെ വെറുതെ വിട്, അല്ലെങ്കിൽ നിങ്ങളെ 3 പേരെയും ഞാൻ കൊന്നുകളയും. ഹേയ് അയാസെ, നീ സൂപ്പറാ, നീ അതിനെ പിടിച്ചു. പക്ഷെ ഇതാരായിരിക്കും എന്ന് ചോദിക്കാണ് ഓക്കറോൺ. ഇതാ ടെർബോ ഗ്രാനിയ. അതിനെ ഇന്നലെ ഇല്ലാതാക്കിയതല്ലേ, പിന്നെ ഇങ്ങനെ തിരിച്ചു വന്നേ? നിങ്ങളെ പോലെയുള്ള 2 പീക്കിരി പിള്ളേര് വിചാരിച്ച എന്നെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോ?
ഇന്നലെ ആ ബാരിയർ ഉപയോഗിച്ച് എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ആസ്ട്രൽ ഫോം എടുത്ത് എന്റെ ആത്മാവ് ഞാൻ ഇവന്റെ ഉള്ളിലോട്ടാക്കി മാറ്റി. എന്നെ നിങ്ങൾ ഇല്ലാതാക്കിയെന്ന് വിചാരിച്ച സമയത്ത് ഈ പയ്യന്റെ അകത്ത് ഞാൻ വളരെ സേഫ് ആയിട്ടിരിക്കുമായിരുന്നു. എന്റെ സ്പിരിച്വൽ പവർ തിരിച്ചു കിട്ടുന്നത് വരെ ആ പയ്യന്റെ അകത്ത് സേഫ് ആയിട്ടിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് പവേഴ്സ് കിട്ടുന്ന ആ നിമിഷം ഞാൻ നിങ്ങളെ കൊന്നുകളയും. ആദ്യം ഞാൻ നിന്നെ തന്നെ കൊല്ലുവടി, നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്നും പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ചോണ്ടിരിക്കുകയാണ് ആ പൂച്ചക്കുട്ടി. അയ്യോ, ഈ കിളവിയുടെ ബുദ്ധിയെല്ലാം പോയോ? ഇപ്പൊ ഇവിടുത്തെ സ്ഥിതി ഞങ്ങൾക്ക് അനുകൂലമാണ്. അതെ, മര്യാദക്ക് എന്റെ ബോൾസ് തിരിച്ചു തന്നേക്ക്. ഇപ്പോഴും നിങ്ങൾക്ക് കാര്യങ്ങൾ അങ്ങ് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഞാനെങ്ങാനും ഇവിടെ വെച്ച് മരിച്ചുപോയാ നിന്റെ ബോൾസ് ഒരിക്കലും നിനക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ എല്ലാം എന്റെ കയ്യിലാ. നിന്റെ ബോൾസ് നിനക്ക് തിരിച്ചു വേണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. കിച്ചണിലോട്ട് പോയി ഒരു കത്തി എടുത്തോണ്ട് വന്ന് ഈ രണ്ടെണ്ണത്തിനെ അങ്ങ് തീർത്ത് കളാം. പെട്ടെന്നാവട്ടെ, ഞാൻ പറയുന്നത് പോലെ ചെയ്. പെട്ടെന്നാണ് ഓക്രോൺ എന്തോ സംഭവിക്കുന്ന പോലെ അവന് തോന്നുന്നത്. അവന്റെ ബോഡി പെട്ടെന്ന് എന്നെ ട്രാൻസ്ഫോം ആവുന്നു. എന്നാൽ ഇതുവരെ നമ്മൾ കണ്ടതുപോലെ ആയിരുന്നില്ല അവന്റെ രൂപം. ശരിക്കും വേറെ ലെവലായിരുന്നു. ഇതുപോലത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഡേയ്, ആ കിളവി നിന്റെ ബോഡിയിൽ നിന്നും പുറത്തു വന്നില്ലേ? പിന്നെ എങ്ങനെയാ നിന്റെ രൂപം മാറിയേ? അതെ, എങ്ങനെയാ ഇത് സംഭവിച്ചേ എന്ന് ആ പൂച്ചക്കുട്ടിയും ചോദിക്കുന്നു. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ഇത് ഉപയോഗിച്ച് ഇവന്റെ ഉള്ളിൽ ആ കേഴ്സിനെ ഞാൻ പുറത്തു കൊണ്ടുവന്നു. സോ ഞാൻ ഇത് വെച്ച് അവന്റെ തലക്കടിച്ച സമയത്ത് അവളുടെ ബോധം മാത്രമാണ് ആ പാവയിലോട്ട് കേറിയത്. ഇവളുടെ സ്പിരിച്വൽ പവേഴ്സ് ഇപ്പോഴും അവന്റെ ഉള്ളിലാണുള്ളത്. നിന്റെ പവർ നിനക്ക് ഇനി തിരിച്ചു വേണമെങ്കിൽ എന്റെ സഹായം ആവശ്യമാണ്. ഇത് കേട്ട് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുവാണ് ടർബോ ഗ്രാനി. കുറച്ചു നേരത്തെ ഈ ചെറിയ വായിൽ എന്തോ വലിയ വർത്താനം പറഞ്ഞിരുന്നല്ലോ. ഒന്ന് സംസാരിച്ചേ, തലയും വാലും ഞാൻ രണ്ടാക്കി കളയും എന്ന് പറഞ്ഞ് മുത്തശ്ശി അതിന്റെ മണ്ടക്കിട്ടൊന്ന് കൊടുക്കുന്നു. എന്നെ ഇതുപോലെ അടിച്ച് ശരിയാക്കാൻ സാധിക്കുമോ എന്ന് ഓക്രോൺ ചോദിക്കുന്ന സമയത്ത് അവന്റെ യഥാർത്ഥ രൂപത്തിലോട്ട് അവൻ മാറുന്നു. ഹേയ്, നീ ട്രാൻസ്ഫോം ആവുന്ന സമയത്ത് കാണാൻ വേറെ ലെവലാടാ. ഇതെങ്ങനെ സംഭവിച്ചെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. ഒരു പക്ഷെ ആ കിളവി പറയുന്നത് കേട്ടിട്ടായിരിക്കുവോ? ഇതേ സമയം പൊറോട്ട അടിക്കുന്നത് പോലെ ആ ബൊമ്മയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി. ഹേയ് മുത്തശ്ശി, മതി. അതിനെ കാണാൻ ഭയങ്കര ക്യൂട്ടാണെങ്കിലും സംസാരിച്ചാ എനിക്കും ദേഷ്യം വരും. മരിച്ചുപോയ പെൺകുട്ടികളെ ആലോചിച്ച് നിനക്കും സങ്കടമില്ലേ? ശരി, നമുക്ക് എന്തുകൊണ്ട് ഫ്രണ്ട്സ് ആയിക്കൂടാ? നീ അവന്റെ ബോൾസ് അവന് തിരിച്ചു കൊടുത്താ നിന്റെ പവേഴ്സ് ഞങ്ങൾ തിരിച്ചു തരാം. ഇത് കേട്ട് ടർബോ ഗ്രാനി അതിനെ സമ്മതിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അത് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ കയ്യിൽ നിന്നും പോയെന്നാ തോന്നുന്നേ. ഇത് കേട്ട് അവർ രണ്ടുപേരും അതിനെ തന്നെ നോക്കുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരേക്കും ബൈ.